കാസർഗോഡ് ജില്ലയിലാണ്. കാരണം കാസർഗോഡ് ജില്ലയിൽ നാളെ സ്വകാര്യ ബസ്സുകളുടെ സമരമുണ്ട്. തൊഴിലാളികളും ഉടമകളുടെയും സംയുക്ത കളക്ടറേറ്റ് മാർച്ചും ധർണയുമുണ്ട്. KSRTCക്ക് ജില്ലയിൽ 128 സർവീസുകളാണുള്ളത്. സ്വകാര്യ ബസ്സുകൾക്ക് 70 സർവീസും. അപ്പോൾ ഈ ഒരു സാഹചര്യം പരിഗണിച്ച് സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നാണ് സ്വകാര്യ ബസ് ഉടമകളുടെ ആവശ്യം. ചില പ്രതികരണങ്ങളുണ്ട്, അതിലേക്ക് ആദ്യം. കളക്ടറേറ്റ് മാർച്ചും ധർണ നടത്തുകയാണ്. തൊഴിലാളികളും ഉടമകളും ചേർന്നുകൊണ്ട് ബസ് നിർത്തിവെച്ചിട്ട് ഞങ്ങൾക്ക് ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. തൊഴിലാളികൾക്ക് അത്രയ്ക്ക് വിഷമത്തിലുള്ളത് അവരെ കുടുംബങ്ങളടക്കം നാളത്തെ കളക്ടറേറ്റ് മാർച്ച് പങ്കെടുക്കുകയാണ്. എല്ലാവർക്കും തെറ്റിദ്ധാരണയുണ്ട് കാസർഗോഡ് ജില്ലയിൽ KSRTC കുറവ് എന്നാണ്. തിങ്കളാഴ്ച കാസർഗോഡ് ജില്ലയിലെ സ്വകാര്യ ബസ്സുകളെല്ലാം നിരക്കും. ഓട്ടം നിർത്തി വെക്കും. നിങ്ങൾക്ക് പരിശോധിക്കാം KSRTC ബസ് എത്ര കാസർഗോഡ് സർവീസ് നടത്തുന്നുണ്ട്. കാസർഗോഡ് ഞാൻ നേരത്തെ പറയേണ്ടായി, ഒരു ബോർഡർ പ്രദേശമാണ്. കാസർഗോഡ് ജില്ലയിലെ മെയിൻ റോഡിന് 5 വഴികളുണ്ട്. ഈ 5 വഴികളിലും KSRTC ഉണ്ട്. പിന്നെ എവിടെയാണ് KSRTC ഇല്ലാത്തത്? എല്ലാ മേഖലയിലും KSRTC കടന്നു പോവുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് തിങ്കളാഴ്ച വണ്ടി നിർത്തിവെച്ചാൽ തീർച്ചയായും നിങ്ങൾക്ക് എല്ലാം കാണാൻ പറ്റും. ഞങ്ങളുടെ നിലനിൽപ്പിന് പ്രശ്നം തൊഴിലാളികൾ കരയുകയാണ്. ഞങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന്. രതീഷ് വാസുദേവൻ വിവരങ്ങളുമായി കാസർഗോഡ് നിന്ന് ചേരുന്നുണ്ട്. രതീഷ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ നമ്മൾ ഈ തലസ്ഥാനം തിരുവനന്തപുരം, കൊല്ലം ജില്ലകളൊക്കെ പോലെ തന്നെ KSRTCക്ക് വലിയ സർവീസ് ഉള്ളൊരു സ്ഥലം കൂടിയാണ് കാസർഗോഡ്. അപ്പോൾ തുടക്കത്തിൽ ഈ പ്രിയദർശിനി പദ്ധതി നടപ്പാക്കുന്ന ഘട്ടം മുതലേ ഈ പ്രൈവറ്റ് ബസ് ഉടമകൾ അല്ലെങ്കിൽ സ്വകാര്യ ബസ് ഉടമകൾ ആശങ്കകൾ പ്രകടിപ്പിച്ചിരുന്ന ജില്ലകളിൽ പ്രധാനപ്പെട്ട ഒന്നും കാസർഗോഡ് നിന്നായിരുന്നു. ഈ പ്രൈവറ്റ് ബസ് ഉടമകളെയൊക്കെ കേട്ടുകൊണ്ട് അവരുടെ നഷ്ടം നികത്തി മുന്നോട്ട് പോകുമെന്ന് മുഖ്യമന്ത്രിയും അതേപോലെ ഗതാഗത മന്ത്രിയും വരുന്ന വേദികളിലൊക്കെയും ഈ വിഷയം എവിടെ ചർച്ചയാകുന്നു ആ വേദികളിലൊക്കെയും പറയുമെങ്കിലും ഇവരെ ചേർത്ത് പിടിക്കുന്ന ഇവർക്ക് കൊടുക്കുന്ന പാക്കേജുകൾ അതും ഈ നമുക്ക് ഇങ്ങനെ ചെയ്താൽ മുന്നോട്ട് പോകാം, അത്തരത്തിൽ അവർക്ക് കൂടി സ്വീകാര്യമായ രീതിയിൽ എന്തെങ്കിലും ഒരു ഐഡിയ മുന്നോട്ട് വെച്ചതായിട്ടൊന്നും നമുക്കറിയില്ല. അപ്പം നാളെ കുറച്ച് അധികം കടുപ്പിച്ചുകൊണ്ട് പ്രതിഷേധം അറിയിക്കാൻ തന്നെയാണ് കാസർഗോട്ടെ സ്വകാര്യ ബസ് ഉടമകളുടെ തീരുമാനമെന്ന് മനസ്സിലാക്കുന്നു. എന്താണ് നിലവിലെ ഒരു സാഹചര്യം? ഇവർ പറയുന്നത് എന്താണ്? പ്രതീക്ഷയുണ്ടോ ഇവർക്ക്? സതിലക്ഷ്മി, ഗുഡ് മോർണിംഗ്. തീർച്ചയായും ഇത്തരത്തിൽ തന്നെ ഈ ആശങ്ക, നേരത്തെ സതിലക്ഷ്മി സൂചിപ്പിച്ച ആശങ്ക, ഇത് എങ്ങനെ പരിഹരിക്കുമെന്ന ഒരു കൃത്യമായ ഉത്തരമോ ഒരു കൃത്യമായ നിർദ്ദേശമോ സർക്കാരിൽ നിന്ന് ഉണ്ടാവുന്നില്ല എന്നതാണ് ഈ സ്വകാര്യ ബസ് ഉടമകളെയും തൊഴിലാളികളൊക്കെ ആശങ്കയിലാക്കുന്നത്. നമുക്കറിയാം മലയോര ജില്ലകളിൽ, ഈ കാസർഗോഡ്, വയനാട് പോലുള്ള ജില്ലകളിൽ കൂടുതൽ KSRTCയുടെ ഒരു ആശ്രയിച്ചാണ് ആളുകൾ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ സ്വകാര്യ ബസ്സുകൾ അവിടെ തുലം കുറവാണ്. ഈ സാഹചര്യത്തിൽ കാസർഗോഡ് മിക്ക റൂട്ടുകളും ഈ ദേശസാൽകൃത റൂട്ടുകളാണ്. ആ റൂട്ടുകളിലൊക്കെ തന്നെ KSRTC ആണ്. ഈ സാഹചര്യത്തിൽ ആണ് ഈ പ്രിയദർശിനി സർവീസ് കൂടെ വന്നതോടെ വലിയ പ്രതിസന്ധിയിലാവുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അതായത് 5000-ലധികം ബസ്സുകൾ സർവീസ് നടത്തിയിരുന്ന ഒരു ജില്ലയാണ്. ഇപ്പോൾ 450 ബസ്സുകളേ ഉള്ളൂ സാധാരണഗതിയിൽ തന്നെ. അപ്പോൾ ബാക്കിയുള്ള സർവീസുകളെ പോലും വലിയ ഗുരുതരമായി ബാധിക്കുന്നു. സർവീസുകൾ, ആളുകൾ വളരെയധികം കുറയുന്നു. 5000-6000 കളക്ഷൻ കുറയുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇത് തൊഴിലാളി കുടുംബങ്ങളെ ഇതിലാക്കുന്നുള്ളൂ. നമുക്കറിയാം കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യവസായ മേഖലയാണത്. നിരവധി ആളുകൾ ഇതിനെ ആശ്രയിച്ച് കഴിയുന്നുണ്ട്. പൊടുന്നനെ ഉണ്ടാകുന്ന ഈ തകർച്ചയ്ക്ക് സ്വാഭാവികമായിട്ടും സർക്കാരിന്റെ ഭാഗത്തുനിന്നൊരു മേൽക്കൈ അവരെ പിന്തുണയ്ക്കാനുള്ളത് വളരെ അത്യാവശ്യമാണ്. അതിനുള്ള സമര പരിപാടികളുടെ ഭാഗമായി സംസ്ഥാനത്താകമാനം എല്ലാ ജില്ലകളിലും ഇത്തരം പ്രതിഷേധ സമൃദ്ധ പരിപാടികൾ നടക്കുന്നുണ്ട്. വയനാട് ജില്ലയിൽ ആദ്യം ഈ സമരം നടക്കുകയുണ്ടായി. അപ്പോൾ അതിന്റെ തുടർച്ചയായിട്ട് വിവിധ ജില്ലകളിൽ കോട്ടയത്ത് ഉൾപ്പെടെ നടക്കുന്നുണ്ട്. ഈ കാസർഗോഡും നാളെ ഈ കളക്ടറേറ്റ് മാർച്ചും ധർണയും, അത് കുടുംബങ്ങളെ, ബസ് സമരമല്ല, ബസ് നിർത്തിയിട്ട് പൂർണ്ണമായും ബസ് ഉടമകളും അതുപോലെ തന്നെ തൊഴിലാളി കുടുംബങ്ങളും ഉൾപ്പെടെ തങ്ങളുടെ പ്രതിഷേധവും നിരാശയും സങ്കടവും ഒക്കെ അറിയിക്കാൻ ജില്ലാ ആസ്ഥാനത്തെത്തുന്നു എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. സർക്കാരിന് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, വളരെ തലവേദന പിടിച്ച കാര്യമാണ്. പക്ഷേ അത് അടിയന്തരമായി പരിഹരിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു പൊതുഗതാഗത സംവിധാനം എന്ന നിലയിൽ തന്നെ അതിൽ ഇടപെടേണ്ട വളരെ അത്യാവശ്യം വരും ദിവസങ്ങളിൽ സർക്കാരിന് അത് പരിഹരിച്ചേ മതിയാവൂ എന്ന സാഹചര്യത്തിലേക്ക് വരും. എങ്ങനെയാണ് സർക്കാർ അത് ഇവിടെ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഏറ്റെടുക്കുമോ, ഇവരെ നഷ്ടം പരിഹരിക്കുമോ എന്നതൊക്കെയാണ് ഇനി കാണേണ്ടത്. എന്തായാലും അത് അല്പം കുഴപ്പം പിടിച്ച അല്ലെങ്കിൽ കുറച്ച് തലവേദന പിടിച്ച പരിപാടി തന്നെയാണ് സർക്കാരിന് എന്നുള്ളത് ഉറപ്പാണ്. എന്തായാലും അതിലേക്കുള്ള ഒരു സമ്മർദ്ദം എന്ന നിലയിൽ തങ്ങളെ പ്രതിഷേധം അറിയിക്കുക എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ ഈ തൊഴിലുടമകളും അതുപോലെ തന്നെ. ഓക്കെ രതീഷ്, അത് തന്നെയാണ്. ഇത് എങ്ങനെ ഇവരെ ചേർത്ത് പിടിച്ച് ഇവർക്കും കൂടി സ്വീകാര്യമായ ഒരു നിലപാട് സർക്കാർ സ്വീകരിക്കും എന്നുള്ളതാണ് അറിയേണ്ടത്. ഇപ്പം ഈ പ്രിയദർശിനി പദ്ധതിയുടെ ഉദ്ഘാടന വേളയിൽ തന്നെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പ്രൈവറ്റ് ബസ് ഉടമകളുടെ ആശങ്കകളൊക്കെ പരിഹരിക്കുന്നത്. പക്ഷെ ഒന്നും ഉണ്ടായില്ല. അതിന് പിന്നാലെ ഗതാഗത മന്ത്രി പറഞ്ഞിട്ട് ബദൽ വരുമാന മാർഗങ്ങളൊക്കെ പ്രൈവറ്റ് ബസ് ഉടമകൾ കൂടി സ്വീകരിക്കാൻ തയ്യാറാകണം. ലൈക്ക് നിങ്ങൾ പരസ്യങ്ങൾ
വാങ്ങൂ, KSRTC പോലെ പരസ്യങ്ങൾ പതിച്ചോളൂ, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതൊക്കെ എത്ര കണ്ട് പ്രൈവറ്റ് ബസ് ഉടമകൾക്ക്, സ്വകാര്യ ബസ് ഉടമകൾക്ക് ആപ്ലിക്കബിൾ ആണ് എന്നുള്ളൊരു കാര്യം കൂടിയാണ്. ഇപ്പം നിലവിൽ അച്ചപ്പം വെച്ചും കുഴലപ്പം വെച്ചും ഒക്കെയാണ് ഇവർക്ക് ഉണ്ടാകുന്ന ഈ നഷ്ടം അത് കുറച്ച് നികത്തി മുന്നോട്ട് പോകും. അത് എല്ലായിടത്തും ഇല്ല, നമ്മൾ പത്തനംതിട്ടയിൽ നിന്നുള്ള വാർത്തകളൊക്കെ കണ്ടതാണ്. അപ്പോൾ ഈ നിലയ്ക്ക് എത്ര കണ്ട് അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുമെന്നുള്ളത് ഇവിടെ എല്ലാവരും വേണമല്ലോ, സർക്കാർ മേഖലയും സ്വകാര്യ മേഖലയും ഒക്കെ നമുക്ക് വേണം. അപ്പോൾ ഒരാളുടെ വയറ്റത്തടിച്ചുകൊണ്ട് മറ്റൊരാൾക്ക് വളരാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു സമീപനം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ഈ ഒരു നിലവിലെ സാഹചര്യത്തെ എങ്ങനെയാണ് ഗതാഗത വകുപ്പും സർക്കാർ നേരിടുന്നത് എന്ന കാര്യം കൂടി നമുക്ക് കാത്തിരിക്കേണ്ടതാണ്.